UPSC സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിന് പറയാനുള്ളത് നേട്ടങ്ങളുടെ കഥയാണ്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഋഷിരാജ് സിംഗ് നയിക്കുന്ന ലീഡ്സ് IAS അക്കാദമി മികച്ച വിജയം കൈവരിച്ചിരിക്കുന്നു. പിന്നിൽ ഇത് ലീഡിന് ഇത് ഇരട്ടി മധുരമാണ്, വെറും മധുരമല്ല, ഇരട്ടി മധുരം. നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലേ. ഇതൊക്കെ ഇവരെല്ലാവരും തന്നെ ആഘോഷ വേളകളിലാണ്. അതായത് ലീഡിന്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആഘോഷ വേളകളിലാണ്. കേക്ക് മുറിച്ചും അത്തരത്തിൽ അധ്യാപകരുടെ സ്നേഹപ്രകടനങ്ങൾ കാണുന്നു, അത്തരത്തിൽ കുട്ടികൾ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ കാണുന്നു, അത്തരത്തിൽ ഒരുപാട് വിജയ രഹസ്യങ്ങളോടുകൂടിയാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അജയ് ആണ്. അജയ്ക്ക് ലഭിച്ചത് 107 റാങ്ക് അല്ലെ അജയ്? 109 റാങ്ക്. എങ്ങനെ തോന്നുന്നു അജയ്? ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഹാപ്പി, സന്തോഷാണ് ഈ ഒരു അച്ചീവ്മെന്റ് എസ്പെഷ്യലി കിട്ടിയതിൽ. കുറച്ച് ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്തു, ഫൈനലി അത് വർക്ക്ഔട്ട് ആയി എന്നുള്ളതിൽ ചരിതാർത്ഥ്യം അതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ലീഡിന്? ഞാൻ ലീഡിന്റെ വളർച്ചയായിരുന്നു എന്റെയും വളർച്ച. സോ ലീഡ് വളർന്നതനുസരിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ ലീഡിന്റെ മെക്കാനിസം വർക്ക്ഔട്ട് ചെയ്തു, അതിൽ കൃത്യമായി ഫോളോ ചെയ്തു. അവർ തന്ന ഷെഡ്യൂൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് വർക്ക്ഔട്ട് ആയി എന്നുള്ളതിൽ വീണ്ടും ഒരു കോൺഫിഡൻസ്, അതായത് ലീഡിന്റെ മെക്കാനിസം എല്ലാം വർക്ക്ഔട്ട് ആകുന്നു എന്നുള്ളതിൽ സോ ഹാപ്പി. പല പരിമിതികളിലൂടെയാണ് പഠിച്ചിത്രത്തോളം ഉള്ള ഒരു വിജയത്തിലേക്ക് എത്തിയതും അല്ലെ? എന്താണ് ഇനി വരാനുള്ള കുട്ടികളോട് എന്താണ് പറയുന്നത്? അല്ല, ഇത് ഒരു മാരത്തോൺ ആണ്. അപ്പൊ അൻഡുബേട്ട് എപ്പോഴും നമ്മളോട് പറയാറുള്ള ഒരു സാധനം, ഒരു മാരത്തോണിൽ നമ്മൾ എല്ലാ ദിവസവും 42 കിലോമീറ്റേഴ്സ് ഓടില്ല, മറിച്ച് നമ്മൾ ഓരോ സ്കിൽ സെറ്റുകൾ ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ ഇതൊരു സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കാണാം. അത് പ്രിലിംസ് ആയിക്കോട്ടെ, അതിൽ MCQ സ്കില്ല് നമ്മൾ കേപ്പബിൾ ആക്കും. മെയിൻസിൽ വരുമ്പോൾ ആൻസർ റൈറ്റിംഗ് ഉണ്ട്, ഇന്റർവ്യൂവിൽ വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ട്. സോ അങ്ങനെ ഒരു സ്കിൽ ബിൽഡിംഗ് എക്സസൈസ് ആയിട്ട് ഇതിനെ കാണാം. ലീഡ് തരുന്ന പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, അത് വിൽ ഫെച്ച് യു ദ റിസൾട്ട്. സോ അതാണ് എന്റെ സ്റ്റേറ്റ്മെന്റും എന്റെ ഒരു എക്സാമ്പിളിലൂടെ എനിക്ക് പറയാം. ലീഡ് IASന്റെ ഇപ്പോൾ സിവിൽ സർവീസിന്റെ റിസൾട്ട്സ് വന്നു. ലീഡ് IASന്റെ റിസൾട്ട്സ് വളരെ നന്നായിട്ടുണ്ട്. ഇത് ഒരു മൊത്തം കേരള സ്റ്റേറ്റിന് വേണ്ടി ഒരു അഭിമാനമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. വിഷ്ണുപ്രിയ അല്ലേ, എത്ര ഉണ്ട് റാങ്ക്? എങ്ങനെയായിരുന്നു? എന്റെ 149 ആണ്. എങ്ങനെയായിരുന്നു ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മാം, ഇവിടെ ഞാൻ മെയിൻലി ലീഡിൽ വന്നിട്ടുള്ളത് മെയിൻസ് ക്ലിയർ പ്രോഗ്രാമിനാണ്. പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷം മെയിൻസിന്റെ കോച്ചിങ്ങിനാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ത്രൂ ഔട്ട് മെയിൻസ് ഞാൻ ഇവിടെ തന്നെയാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. വേറൊരു കോച്ചിങ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു. സിലബസ്, പിന്നെ ശരത് സാറിന്റെ ക്ലാസ്സസ്, അത് ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരുന്നു. അത് നന്നായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇന്റർവ്യൂ സമയത്താണ് പിന്നെ ഇവിടെ വരുന്നതും. ഇന്റർവ്യൂവിലൂടെ അനിരുപ് സാറിന്റെ സെഷൻസും പേഴ്സണാലിറ്റി ഹൈലൈറ്റിംഗ് മോഡ്യൂൾസ്, അനിൽ സ്വരൂപ് സാർ, അങ്ങനെ പല IAS ഓഫീസേഴ്സും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അതിലൊക്കെ നല്ല സന്തോഷമുണ്ട്.